ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. എന്ന് പറഞ്ഞ സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് നമ്മുടെ ജോർജിൻ്റെ വരവ് എന്ന ചിത്രം അങ്ങനെ സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ സെൻസറിങ് അനുസരിച്ച് 2 മണിക്കൂർ 24 മിനിറ്റ് ഉണ്ട് ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ. ഏതാണ്ട് 2.5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ചിത്രത്തിൻ്റെ റിലീസ് ചെയ്ത് മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എല്ലാവരും കാത്തിരിക്കേണ്ട ഒരു ചിത്രമാണ് നമ്മുടെ NP50, അതായത് നമ്മുടെ നിവിൻ അൽഫോൺസ് പുത്രൻ കോംബോ. പ്രേമത്തിന് ശേഷം അവർ ഒരുമിക്കുന്ന ഒരു കോംബോ കൂടിയാണ്. അപ്പോൾ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ച് നമ്മുടെ പത്മ തിയേറ്ററിൽ കൊച്ചിയിൽ വെച്ച് ഈ വരുന്ന 27-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കുന്നതായിരിക്കും. അപ്പോൾ സിനിമയുടെ ഹൈപ്പ് അന്നോടെ മുതൽ കയറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു കാണുന്ന പോസ്റ്ററാണ് വിട്ടിരിക്കുന്നത്. ഒരു ബിഗ് അനൗൺസ്മെൻറ്റ് എന്തിനെ പറ്റിയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ അടുത്തൊരു ഡയറക്ഷനിലുള്ള പടം തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ന് ദിവസം 11 അതിൻ്റെ അപ്ഡേറ്റ് വരുന്നത്. നമ്മുടെ തരുമൂർത്തി ലാലേട്ടൻ കോംബോയിൽ വരുന്ന ചിത്രമാണ് അതിമനോഹരം. ചിത്രത്തിൻ്റെ 90 ദിവസത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 80% ഷൂട്ടിംഗ് ഇന്ന് വരെ തീർന്നിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അവർ മാക്സിമം ഈ വർഷം തന്നെ റിലീസ് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിമനോഹരം എന്ന ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ കാണുന്ന സ്റ്റിൽസൊക്കെ തരുമൂർത്തി വിട്ടതാണ്. മമ്മൂട്ടി കമ്പനിക്ക് വൻ ലാഭം കൊഴുതു കൊടുത്തൊരു ചിത്രമാണല്ലോ കണ്ണൂർ കോഡ്. ചിത്രത്തിന് ഒരു 2ാം ഭാഗം ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു OTT അപ്ഡേറ്റാണ് നമ്മുടെ ഇന്ദ്രൻസിൻ്റെ കുണ്ടല പുരാണം എന്ന ഈ ഒരു ചിത്രം ഈ വരുന്ന ജൂൺ 26-ാം തീയതി നമ്മുടെ സൈന പ്ലേയിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളും ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.